66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇവിടെ കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ കൂടി ചേരുന്നുണ്ട്. മാം, ഈ കായികമേളയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഒളിമ്പിക് മാതൃകയിൽ പ്രഥമ കായികമേളയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത? തീർച്ചയായിട്ടും അതെ. അത് ഫസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് തന്നെ നടത്തുന്നത് ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മേളയായിട്ട് നമുക്ക് തുടങ്ങുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. കാര്യം അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അത്ലറ്റിക്സ് മാത്രം നടത്തി കഴിഞ്ഞാൽ അത്ലറ്റിക്സിന് ഭയങ്കര ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ഈവൻറ്റുകൾക്ക് അത്ര ഇത് ഇന്നലെയൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇതിന് അവർക്ക് എക്സ്പോസ് കിട്ടിയെന്നാണ് അവർ പറയുന്നത്. ഈ സ്കൂൾ കായികമേള വഹിക്കുന്ന പങ്ക് അത് വളരെ നിർണായകം. ഇപ്പം അത്ലറ്റിക്സ് മാത്രമല്ല, ഗെയിംസിലാണെങ്കിലും വളരെ നിർണായകമാണ്. നാഷണൽ മീറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ മികച്ച പ്രകടനം, ഈ ദേശീയ റെക്കോർഡിലേക്കൊക്കെ പോകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ തവണ ഒരു ഒളിമ്പിക് മാതൃകയിലേക്ക് വരുമ്പോൾ അതുണ്ടാകുന്ന ഒരു മാറ്റം, ഈ കായിക ഇനത്ത് ഗെയിംസിലാണെങ്കിലും അത്ലറ്റിക്സിലാണെങ്കിലും ഉണ്ടാക്കുന്ന മാറ്റം അത്രത്തോളം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അതൊരു മാറ്റം ഉണ്ടാകണം. കാര്യം നമ്മുടെ സ്പോർട്സ് നമ്മളിപ്പം ലാസ്റ്റ് ഒരു 4 years എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും ഓരോ ചാമ്പ്യൻഷിപ്പും നമ്മൾ താഴോട്ട് പോയി. ഈവൻ എക്സാമ്പിൾ ഞാൻ പറയാനുള്ളത് എനിക്ക് അത്ലറ്റിക്സ് ആണ്. ഇപ്പോൾ അത്ലറ്റിക്സ് നമ്മൾ നോക്കുമ്പം നമ്മുടെ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം വേറെ നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ടെന്ന് പറഞ്ഞാൽ കേരളം ആയിരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും കേരളത്തിലെ കുട്ടികൾ എവിടെ നാഷണൽസ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പം നമ്മൾ താഴോട്ട് വരികയാണ്. അപ്പോൾ അതപേക്ഷിച്ച് നോക്കുമ്പം കേരളം കിതക്കുകയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് എനിക്ക്. ഒരു ഒളിമ്പിക് വില്ലേജ് അത് കേരളത്തിന് അത്യാവശ്യമായി വരും. അത് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നാഷണൽ ഗെയിംസ് നമ്മൾ നടത്തി. ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ നാഷണൽ ഗെയിംസ് എല്ലാം നമ്മുടെ കേരള നാഷണൽ ഗെയിംസ് അന്ന് നമ്മുടെ ഗവൺമെൻറ് എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു വില്ലേജ് നമുക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് മറികടക്കാമായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ദുരുപയോഗപ്പെടുത്തി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും അപകടകരം. ഓക്കെ, താങ്ക് യു മാം. എന്തായാലും സംസ്ഥാന സ്കൂൾ കായികമേള അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം മേഴ്സിക്കുട്ടനും സജീവമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകളും മാഡം നേരുന്നുണ്ട്. ക്യാമറാമാൻ രാഹുൽ സുധേനൊപ്പം ഗിസ് പീറ്റർ, 24.